നമ്മുടെ എല്ലാം വിചാരം ഈ ബാലസ്ഥാവൽ, ശങ്കരാചാര്യൻ പറഞ്ഞത് ബാലസ്ഥാവൽ ക്രീഡാസക്ത. ഓരോ സമയത്തും ഓരോന്നിലേക്കാണ് നമ്മുടെ ചിന്ത വരുന്നത്. ബാലനായിരിക്കുന്ന സമയത്ത് ക്രീഡയിലാണ്, കേളികളിലാണ്, കളികളിലാണ്. തരുണസ്ഥാവൽ തരുണീയുക്ത. ആ തരുണാവസ്ഥ, ബാലാവസ്ഥ മാറി യൗവനാവസ്ഥയെ പ്രാപിക്കുമ്പോൾ പിന്നെ എന്താ? തരുണീയുക്ത സ്ത്രീയിലേക്കാണ്. വൃദ്ധസ്ഥാവൽ ചിന്താശൻ. വൃദ്ധനായിരിക്കുമ്പോഴോ നമ്മുടെ ഈ കൊണ്ടുനടക്കുന്ന ശരീരം, ഈ ശരീരം കൊണ്ട് ഇവിടെ രാമായണം പറഞ്ഞ ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കുമെന്ന്. ഈ ശരീരത്തിന്റെ യൗവനാവസ്ഥയും അതിന്റെ ആരോഗ്യ പരിപൂർണമായിരിക്കുന്ന അവസ്ഥയിൽ ദേഹോഹമെന്നും ബ്രാഹ്മണോഹമെന്നും, അല്ലെങ്കിൽ ഞാൻ നരേന്ദ്ര, ഞാൻ രാജാവാണെന്നും, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണെന്നും, ഞാൻ ധനികനാണെന്നും, ഞാൻ ദേഹമാണെന്നും ഒക്കെ ഉള്ള ചിന്ത ഉണ്ടാകും. പക്ഷെ ഈ ദേഹമോ, ശരീരതയിലെ ശരീരം, അത് ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഈ ശരീരം ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകലാം. ഇത് ജന്തുക്കൾക്ക് വളമായി തീരണം. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോകലാം. ഇത് അഗ്നിയിൽ കൊണ്ടുവന്ന് വെച്ച് വെണ്ണീറായി പോകാം. അതുപോലെ തന്നെ മണ്ണിന്റെ കീഴിലെ കൃമികളായി, ഇത് കൃമിദൂഷിതമായി പോകേണ്ടതാണ് ഈ ശരീരം. അല്ലെങ്കിൽ തന്നെ ഈ ശരീരം എപ്പോഴും ക്ഷയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഒരിക്കലും നന്നല്ല ദേഹം നിമിത്തം അഹംബുദ്ധി എന്നാണ്. ദേഹം കൊണ്ട് ഈ അഹം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതാണ്. ഈശ്വരനെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതില് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അഹമാണ്. ഈ അഹമാകാം. ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമെന്നില്ല. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. നമുക്ക് തോന്നാം, പക്ഷെ ഞാനെന്ന് തോന്നിയാൽ ആ നമ്മളുടെ ഉള്ളിൽ ഞാനെന്ന് തോന്നിയ ആ ദ്യോതിപ്പിച്ച അതേ ഞാൻ തന്നെയാണ് എന്റെ ഈ ചുറ്റിനും ഞാൻ കാണുന്ന ബാക്കി മനുഷ്യ ശരീരങ്ങളിലുള്ള ഞാനുകളെല്ലാം എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് എന്നുള്ള ആ അറിവിൽ, ആ അവസ്ഥയിൽ നമ്മൾ എത്തണം. പറയുന്നുണ്ട് അഹം ബ്രഹ്മാസ്മി. ഈ അഹം തോന്നാ എങ്ങനെ? അഹം ബ്രഹ്മാസ്മി തത്വമസി. നമ്മളിൽ ആണ് ഈശ്വരൻ ഇരിക്കുന്നത്. അഹം ബ്രഹ്മ, ഞാനാണ് ഈശ്വരൻ, നീയാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള എല്ലാ ശരീരങ്ങളും ഈശ്വരന്മാരാണ്. അതാണ് ഇവിടെ പറഞ്ഞെന്താ? ദേഹം നിമിത്തം ഒരിക്കലും അഹംബുദ്ധി കൈകൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ. ആ ദേഹബുദ്ധിയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അധപ്പതിപ്പിക്കുന്നത്. ഈ ദേഹോഹം എന്നുള്ള ബുദ്ധിയാണ്. ശരിക്കും പറഞ്ഞാൽ ശരീരം എന്ന് പറയുന്നത് ആത്മാവ് വസിക്കുന്ന ഗുഹയാണ് ശരീരം. ഒരിക്കൽ പോലും മനുഷ്യൻ തന്റെ ഉള്ളിലിരിക്കുന്ന മഹനീയമായിരിക്കുന്ന ഈശ്വരാംശത്തെ തിരിച്ചറിയാൻ ഈ മനുഷ്യ ജന്മത്തിൽ, മനുഷ്യായുസിൽ ഒരിക്കൽ പോലും സാധിക്കാത്തവൻ അവൻ ഏറ്റവും വലിയ നീചനാണ്, മഹാഭാപിയാണ്. തൊമ്മാസ രക്താസി വിമൂത്രരസം സമ്മേളനം പഞ്ചഭൂതാത്മകം. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ശരീരം. ഈ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് 5 ഭൂതങ്ങൾ, ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ കൊണ്ട്, പഞ്ചഭൂത സമ്മേളിതമാണ് ഈ ശരീരം. ത്വക്ക് മാംസ രക്താസി വിൺമൂത്രരസം. ഇതിൽ നിന്ന് എപ്പോഴും മലങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അതാണ് മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൽ ഗീതാംബസി സ്നാനം സംസാര മനോമോചനം. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ. നമ്മൾ ശരീരത്തെ ദിവസവും നമ്മൾ സ്നാനം ചെയ്യുന്നത് എന്താണ്? ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഈ മലങ്ങളെ എല്ലാം, ആ മാലിന്യങ്ങളെ എല്ലാം നമ്മളിൽ നിന്ന് നീക്കിയതിന് ശേഷം ഈ ശരീരത്തെ ശുദ്ധമാക്കാനാണ്. സകൽ ഗീതാംബസി സ്നാനം. സംസാരം കൊണ്ടുണ്ടാകുന്ന ഒരു മനമുണ്ട്. എന്ന് വെച്ചാൽ ഈ സംസാര ജീവിതത്തിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ, മനസ്സിലും ബുദ്ധിയിലുമൊക്കെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ അകറ്റാൻ ഗീതാംബസി സ്നാനം എന്ന് പറഞ്ഞാൽ
ആ ഈശ്വരപരമായിരിക്കുന്ന വേദാന്തങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഉപനിഷത്തിലുള്ള സ്നാനം. അപ്പൊ ഇവിടെ ദേഹബുദ്ധിയെ നമ്മൾ ഒഴിവാക്കി നിർത്തി, മനുഷ്യനാണെന്നുള്ള ബുദ്ധിയെ ഒഴിവാക്കി നിർത്തി താൻ ഈശ്വരനാണ് എന്നുള്ള ബുദ്ധിയിലേക്ക് വരണമെന്നാണ് ശരിക്കും ഇവിടെ രാമായണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉദാത്തമായിരിക്കുന്ന ഒരു 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 സന്ദേശം തന്നെ. കായം വികാരിയായുള്ളൂ. ഇപ്പൊ ഇവിടെ മനുഷ്യ മനസ്സിലുള്ള സംഘർഷമാണ്. ഇപ്പം യുദ്ധം, രാമരാവണ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ശീലങ്ങളും ആത്മബോധവും തമ്മിൽ സംഘട്ടനത്തിലാണ്. നമ്മുടെ വാസനയിലൂടെ നമ്മൾ ശീലിച്ചിരിക്കുന്ന ശീലങ്ങളും ആത്മബോധവും തമ്മിലുള്ള സംഘട്ടനമാണ്. ഈ സംഘട്ടനത്തിൽ എപ്പോഴൊക്കെ ശീലങ്ങൾ ജയിക്കുകയും ആത്മബോധം താഴുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നഷ്ടമാണ്. ആത്മബോധം ജയിക്കുകയും ശീലങ്ങളെ നമുക്ക് എന്താ പറയണ്ടേ തോൽപ്പിക്കാനും സാധിച്ചാൽ അവിടെയാണ് ശരിക്കും രാമരാവണ ജയം എന്ന് രാമായണം നമുക്ക് പകർന്നു നൽകുക.